ഇതെന്താണ് ഇതിന്റെ ഉള്ളിൽ? ഇത് കണ്ടോ, ഇത് ആദ്യം ഈ സംഭവമൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇത് പ്രജന, ഇത് ചൈനയൊന്നും അല്ല. പ്രജന, ഇത് കണ്ടോ, ഇത്രയും മാത്രമല്ല, ഇതുപോലെ പല റൂമുകളിലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ 100% ജോലി ഉറപ്പാണ്. സാറേ, ഇപ്പം ഇവിടെ വരുന്ന ഒരു കുട്ടി എത്ര നാൾ പഠിക്കണം? ജോലി നോക്കി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു 5 മാസത്തോളം മതി. 42 രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. 39 വയസ്സ്. പ്രായം ഒരു പ്രശ്നമല്ല, ജോലിയാണ് പ്രാധാന്യം. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെരുപ്പുകൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര കുട്ടികളാ പഠിക്കുന്നറിയോ. നമ്മുടെ വീടുകളിലെല്ലാം 1-2 മൊബൈൽ എന്ന് പറയാം, 4-5 മൊബൈലൊക്കെ ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ ടെക്നോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മാത്രമല്ല, സ്മാർട്ട് വാച്ച്, കാറ്, അല്ലേ, എല്ലാ സാധനം. ഇനി വരാൻ പോകുന്ന 10 വർഷത്തേക്കുള്ള എന്തൊക്കെയാണെന്നുള്ളത് വരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. ഈ 90% ജോലി കൊടുക്കുന്നു പറഞ്ഞാൽ കറക്റ്റ് ആണോ? 90 ഈ ഒരു ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ 100% ജോലി ഉറപ്പാണ്. അത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും, ഇവിടെ നിന്നല്ല, ഈ കൊച്ചു കേരളം തൊട്ട് ഇതിൽ ഏത് ഭൂഖണ്ഡത്തിൽ പോയി കഴിഞ്ഞാലും സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം വരെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയാണ്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഇവിടെ വരുന്ന പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് സ്മാർട്ട് ഫോൺ തൊട്ട് തുടങ്ങി, സ്മാർട്ട് ഫോൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലേ, സ്മാർട്ട് ടെക്നോളജിയിലുള്ള തൊട്ട് തുടങ്ങി ഇന്ന് റോഡിലൂടെ ഓടുന്ന കാറ് വരെ ഈ ഒരു ടെക്നോളജിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ മൊബൈൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് സാറേ ഏകദേശം ഒരു 10 വർഷം ഇനി വരാൻ പോകുന്നത്. അതെ, ഒരു 10 വർഷം. ഇപ്പം തൊട്ടല്ല, നമ്മൾ ഒരു 10 കൊല്ലം മുന്നേ ഉള്ള ടെക്നോളജി പഠിച്ചിട്ട് നമുക്ക് ഈ കാലത്ത് ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നെന്താണോ ഇനി വരാൻ പോകുന്ന കൊല്ലങ്ങളിൽ എന്താണോ, അല്ലെങ്കിൽ ഒരു 10 വർഷം എന്താണോ നടക്കാൻ പോകുന്നത്, ആ ഒരു ടെക്നോളജി പാതയിലാണ് ഇനി കുട്ടികൾ സഞ്ചരിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് 100% പറയാം. നമ്മുടെ കമ്പനിയുടെ പേരെന്തുവാ? അതായത് ബ്രിഡ്കോ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഇതെന്താണ് ഇതിന്റെ ഉള്ളിൽ? ഇത് കണ്ടോ, ഇത് ആദ്യം ഈ സംഭവമൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇത് പ്രജന, ഇത് ചൈനയൊന്നും അല്ല, കേരളത്തിലാണ്. ഈ 2 സൈഡ് നോക്കിയേ, ഈ 2 സൈഡും കുട്ടികൾ പഠിക്കുന്നുണ്ടോ. മാത്രമല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര സാധ്യതയുണ്ടെന്ന്. കൂടുതൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പ്രജന, ഇത് കണ്ടോ, ഇത്രയും മാത്രമല്ല, ഇതുപോലെ പല റൂമുകളിലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സാറേ നമസ്കാരം. പേര്? ശരത്ത്. അപ്പം എന്താ ഇവർ ചെയ്യുന്നത്? ഇവർ പ്രാക്ടിക്കലായിട്ട് ക്ലാസ്സുകൾ പഠിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഐഫോൺ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാണ്. ആണല്ലയോ? പേര്? ശബരി. ആണല്ലയോ? എവിടെ സ്ഥലം? കായംകുളം. എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ ഐഫോണിന്റെ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയിട്ട് വന്നാൽ അതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആദ്യമായിട്ടൊരു മൊബൈൽ ഒരാൾക്ക് കംപ്ലൈന്റ് വന്നാൽ എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിപ്പിച്ചു തുടങ്ങും. പിന്നെ അത് ഏറ്റവും ഡീപ്പ് ലെവൽ IC ലെവൽ വർക്കാണ് ഓരോ കുട്ടീനെയും ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചെടുക്കുക. അത് ഫുള്ളി പ്രാക്ടിക്കലായിട്ടാണ് പഠിപ്പിക്കുക. പ്രാക്ടിക്കലിലൂടെ തിയറി പഠിപ്പിച്ചാണ് ഓരോ കുട്ടീനെയും ഞങ്ങൾ അവരുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിപ്പിച്ചെത്തിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഒരു മൊബൈലുമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കംപ്ലൈൻറ്റ് വരത്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ഷോട്ട് ഫൈൻഡ് ചെയ്യാണ്. നമ്മൾ തെർമൽ ക്യാമറ എന്നുള്ളൊരു എക്യുപ്മെന്റ് ഉപയോഗിച്ച് ഷോട്ട് ഫൈൻഡ് ചെയ്യാണ്. എല്ലാം ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നില്ലയോ? ഓരോ കാര്യങ്ങളും അതിൻ്റെതായ മെഷീൻസ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കണ്ടു, ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓരോ ക്ലാസ്സിലും ഓരോ പ്രത്യേകതയുണ്ട്. നമസ്കാരം. പേര്? നൗഫൽ. ആണ്. ഇവിടെ എന്തൊക്കെയാ? ഇവിടെ നമ്മളിപ്പോൾ നടക്കുന്നത് ബേസിക് ക്ലാസ് ആണ്. കമ്പോണൻസ് എടുക്കാനും വെക്കാനും അതുപോലെ കണക്ടർ റീപ്ലേസ്മെന്റ് ഒക്കെയാണ് ഈ ക്ലാസ് നടക്കുന്നത്. ഇവിടെ ഒരാളെ കണ്ട്. നമസ്കാരം. പേര്? പ്രവീൺ. സ്ഥലം എവിടാ? സ്ഥലം ട്രിവാൻഡ്രം. നേരത്തെ എന്തോ ചെയ്തോണ്ടിരുന്നേ? നേരത്തെ ഇത് തന്നെയാണ്, മൊബൈലിൻ്റെ വർക്കുകളാണ്. ഡിസ്പ്ലേ മാറ്റുക, ചാർജിങ് കണക്ടർ മാറ്റുക. അപ്പം കൂടുതലായിട്ട് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതേ ഇവിടെ എത്തിയത്. ഏകദേശം എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എനിക്ക് 39 വയസ്സ്. പ്രായം ഒരു പ്രശ്നമല്ല, ജോലിയാണ് പ്രാധാന്യം. കാരണം പ്രായമല്ലെന്നും ഉള്ളത് നേരിട്ട് കാണുവാണ്. പഠിച്ച ഒരാൾ വീണ്ടും പഠിക്കാനായിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുവാ? കമ്പോണന്റ് ഇളക്കുക, തിരിച്ച് വെക്കുക, കമ്പോണന്റ് റിപ്ലേസ്, അതെല്ലാം കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് സെറ്റ് ആയാലും നമുക്ക് റെഡി ആക്കാൻ പറ്റും. നമുക്കിവിടെ 7 ക്ലാസ് റൂമാണ് ഉള്ളത്. എല്ലാം കാണാനായിട്ട് ഈ വീഡിയോ തീരത്തില്ല. സാറേ, ഇപ്പം ഈ അപ്ഡേഷനൊക്കെ ഇപ്പം ഇവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാലും വീണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മളിത് ഈ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈം നമ്മൾ ഫ്രീ ആയിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലാണ് നമ്മൾ ഈ ടെക്നോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ 3 മാസം കൂടുമ്പോഴേ അപ്ഡേഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത അപ്ഡേഷൻ അടുത്ത മാസം 5-ാം തീയതിയാണ്. ഇവിടുന്ന് വെറുതെ പഠിപ്പിച്ചു വിടുമല്ല, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ 26 വർഷത്തെ എക്സ്പീരിയൻസ്. നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. പേര്? പ്രസാദ്. സാറേ, ഇപ്പം നമുക്ക് എവിടെയൊക്കെ ഉണ്ട് നമുക്ക് ഓഫീസ്?
നമ്മുടെ സ്ഥാപനങ്ങൾ കേരളത്തിൽ മാത്രം 15ഓളം സ്ഥാപനങ്ങളുണ്ട്. 15 ഉണ്ട്. അതുകൂടാതെ ഡൽഹി, ആസാം, ഹൈദരാബാദ്, ദുബായ്, ഐവറി കോസ്റ്റ് എന്നീ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളുണ്ട്. ദുബായ് മാത്രം പ്ലേസ്മെന്റ് സെല്ലിന് പ്രത്യേക ഓഫീസ് തന്നെ നമുക്കുണ്ട്. ഉണ്ട് ദുബായ് തന്നെ. അതെ അതെ. സാർ ഇപ്പം ഇവിടെ വരുന്ന ഒരു കുട്ടി എത്ര നാൾ പഠിക്കണം? സാർ നമുക്കൊരു ജോലി നോക്കി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു 5 മാസത്തോളം മതി. 5 മാസം മതി. 5 മാസം മതി. ഇനി അതല്ല, അവർക്ക് ഇന്റർനാഷണൽ ലെവലിൽ വലിയ കമ്പനികൾ കയറുക, വലിയ സംരംഭങ്ങൾ, വലിയ കമ്പനികൾ തുടങ്ങുക, ആ രീതിയിൽ ലോങ് റണ്ണിങ്ങിൽ നോക്കുന്ന രീതിയിലാണെങ്കിൽ ട്രെയിനിങ് ഉൾപ്പെടെ ഉള്ള പാക്കേജ് എടുക്കേണ്ടി വരും. അത് എത്ര നാളാ? അതാകുമ്പോൾ 2 വർഷത്തോളം വരും. ഓ, അങ്ങനെ 2 വർഷം പഠിച്ചെങ്കിലാണ് ആ രീതിയിൽ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സ്ഥാപനം തുടങ്ങിയാൽ ഉടനെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 മാസത്തെ ഇത് മതി. സാറേ ഇപ്പൊ ഇവിടെ ഈ എത്ര പെട്ടെന്ന് ജോലി കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെ? അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു കോഴ്സ് പഠിപ്പിച്ച് വിടുകയല്ല ചെയ്യുന്നത്. അവരെ ട്രിപ്പിൾ മെത്തേഡിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതെന്താ ഈ ട്രിപ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ലൈവ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ്. AR VR സഹായത്തോടു കൂടി സ്റ്റാർട്ടിങ് ഡേ മുതൽ തന്നെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊടുക്കുന്ന കമ്പനിയും കേരളത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കമ്പനിയും നമ്മുടെ കമ്പനി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഉള്ള കാര്യങ്ങളോട് പ്രൊഫഷണലായിട്ട് മാറി ജോലിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു 26 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാലമല്ല, 26 വർഷം കൊണ്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കൃത്യമായിട്ട് എത്ര പേര് ഏകദേശം ജോലി ഉണ്ടെന്ന് പോലും കണക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. 15,000 മുകളിൽ ഇപ്പൊ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതെ, പല രാജ്യങ്ങളായിട്ട് 60 പുറത്ത് രാജ്യങ്ങളിൽ 60 പുറത്ത് രാജ്യങ്ങളിൽ 15,000 കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതെ, അത് പലരും സ്ഥാപനങ്ങൾ, സ്വന്തം കമ്പനികൾ, 10 പേര് ഉള്ള കമ്പനികൾ നടത്തുന്നവരുണ്ട്. 50 മുകളിൽ. തുടക്കത്തിൽ ഇവർ പഠിക്കാൻ പറ്റുന്ന ഒരു ജോലി നേടുക എന്നുള്ള ലക്ഷ്യത്തോടെ, പക്ഷേ വന്ന് നമ്മൾ ട്രെയിനിങ് കഴിയുന്നതോടുകൂടി ആ രീതി അങ്ങ് മാറുക. ഒരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി 10 പേർക്ക് ജോലി കൊടുക്കാം എന്നുള്ള രീതിയിലോട്ട് മാറുന്ന ആ ഒരു അപ്ഡേഷൻ മൈൻഡ് ഇവർക്ക് ഈ ട്രെയിനിങ് സമയത്ത് തന്നെ കിട്ടും. കേരളത്തിൽ ജോലി ഇല്ലെന്ന് പറയുന്നത് വെറുതെയാണ്. ഇഷ്ടം പോലെ സാധ്യതയുണ്ട്. ആ സാധ്യത മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. സാറേ, ഈ കേരളം അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ടോ? കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, 42 പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നു നമ്മുടെ കമ്പനിയിൽ. 42 രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാം നമ്മൾ കണ്ടു. ശരിക്കും സാറേ, ഇവിടെ വരേണ്ടവർ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൂടാതെ ഈ വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് ഇനി പോന്നാൽ മതി.